ഉള്ള മണിക്കൂറുകൾ അത് പോലീസിനെ സംബന്ധിച്ചോളം അത് കേസിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണോ? പ്രതിഭാഗത്തിന് വീണ്ടും 6 മണിക്ക് ഈ കേസ് പരിഗണിക്കുമ്പോൾ സ്ഥാപിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഈ കേസിൽ പോലീസിനെ സംബന്ധിച്ച് ഈ കേസിൽ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ ശക്തമായി എതിർക്കാം എന്നുള്ളതാണ് ഇനി പോലീസിന് മുന്നിലുള്ള ഒരു നടപടി. ഇനിയിപ്പോൾ എന്തായാലും പോലീസ് ഒരു പ്രോപ്പറായിട്ടുള്ള കസ്റ്റഡി അപേക്ഷ നൽകിയതിനു ശേഷം മാത്രമേ ഈ PC ജോർജിനെ പോലീസിന്റെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകൂ. ഇപ്പോൾ തന്നെ 2:30 ആയിരിക്കുന്നു. ഇനി ഏതാണ്ടൊരു 3.5 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. ഒരു പക്ഷേ അതിൽ കുറഞ്ഞ സമയം മാത്രമേ പോലീസിനെ ഗണനയ്ക്ക് വരുമ്പോൾ കൃത്യമായി പോലീസിന് അതിനെ എതിർക്കാൻ കഴിയും. തീർച്ചയായും പോലീസിനെ സംബന്ധിച്ചോളം പോലീസിന്റെ നീക്കങ്ങൾ പൊളിച്ചുകൊണ്ടാണ് ഇന്ന് കോടതിയിലേക്ക് PC ജോർജ് എത്തിയത്. അതിന്റെ ആനുകൂല്യങ്ങൾ PCക്ക് ആദ്യഘട്ടത്തിൽ ലഭ്യമാകുന്നു എന്ന് തോന്നുന്നു. മാത്രമല്ല പോലീസ് വിചാരിച്ചത് വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത ശേഷം റിമാൻഡ് റിപ്പോർട്ടൊക്കെ നൽകി അതിന്റെ വേയിലേക്ക് സമയം നോക്കി നിശ്ചയിച്ച് പോകാമെന്നായിരുന്നു. പക്ഷേ അത് പൊളിച്ചു PC. അതാണ് പോലീസിനോട് കോടതിയും വളരെ വിമർശന യുക്തിയോടുകൂടി തന്നെ എവിടെ റിപ്പോർട്ട്, വിശദമായിട്ടുള്ള കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഒന്നുമില്ല എന്ന് ചോദിച്ചു. അതിനൊരു സമയവും നൽകി 1:30 പക്ഷേ ഇപ്പോഴും പോലീസിനെ സംബന്ധിച്ചോളം കാര്യങ്ങൾ ഒരു ബ്ലാങ്ക് ആയി നിൽക്കുന്ന സാഹചര്യം. അങ്ങനെയാണ് ഇപ്പോൾ 6 മണി വരെ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നത്. ഈ കേസിൽ സംബന്ധിച്ചോളം ജനുവരി 5-ാം തീയതി ഒരു ചാനലിൽ ഇരുന്ന് നടത്തിയ ചർച്ചയിൽ നടത്തിയ ആ പ്രതികരണമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ ഡേറ്റാസ് അത് സ്വാഭാവികമായും സൂം വഴിയായിരുന്നു ആ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അതുമായി സഹകരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സമയം ഇനി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നല്ലോ, താൻ പൂർണ്ണമായും സഹകരിച്ചു എന്നൊക്കെ പ്രതിഭാഗത്തിന് ഇനി ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ സ്ഥാപിക്കാൻ കഴിയും. കാരണം ഇത്ര മണിക്കൂർ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡേറ്റാസ് അത് വലിയ സങ്കീർണമായ ഡേറ്റാസ് ഒന്നുമല്ല, അത് ഞങ്ങൾ അത് പരിശോധിക്കാൻ വില്ലിങ്ങാണ്, അത് തയ്യാറാണ് എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ഇനിയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിൻ്റെ പ്രസക്തി സ്വാഭാവികമായും അത് ചോദ്യം ചെയ്യപ്പെടും. അത് പ്രതിഭാഗത്തിന് കോടതിയിൽ ഉന്നയിക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അങ്ങനെ ഒരുപക്ഷെ PC ജോർജ് നടത്തിയ ഒരു നീക്കം, കോടതിയിൽ കീഴടങ്ങുക എന്ന നീക്കത്തിൽ പോലീസും അമ്പരന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ PC ഇന്ന് 6 മണി വരെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുകയാണ്. വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട കേസിന്റെ ഗൗരവം അത് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയും ജാമ്യവുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈരാറ്റുപേട്ട കോടതിയുടെ ഡെവലപ്മെന്റ് ഉണ്ടായത്. അതിപ്പോൾ കസ്റ്റഡിയിലേക്ക് PC ജോർജിനെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്.